ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചിക്കൻ പിസയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓവൻ ഇല്ലാതെ തന്നെ ഫ്രൈ പാനിൽ അടിപൊളി പിസ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് പിസേൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണ് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് 2 പിസക്കുള്ള മാവാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. മാവ് നല്ല പോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അതിനുശേഷം ഇതിലേക്ക് ലുക്ക്വാം വാട്ടർ, അത് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ചൂട് കൂടിപ്പോകരുത്, ഇളം ചൂട്. അതിനുശേഷം ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ ഒന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാം. നല്ല പോലെ കുഴച്ചെടുക്കണം, കൂടുതൽ ടൈറ്റ് ആവരുത്. ഇതേ രീതിയിലായിരിക്കണം. മാവെല്ലാം നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ തടവി കൊടുക്കാം. എല്ലാ ഭാഗത്തും തടവി കൊടുത്തതിന് ശേഷം ഇത് പൊങ്ങാൻ വേണ്ടി 1 മണിക്കൂർ അടിച്ചു വെക്കാം. ഈ ചൂടുള്ള സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. ഇനി അത് പൊങ്ങി വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ പിസയല്ല തയ്യാറാക്കുന്നത്. ബോൺലെസ് പീസ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുറവായിട്ട്, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വലിയ ജീരകം, ഫെനൽ സീഡ്, പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഒരു ഫ്രൈ പാനിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായതിനു ശേഷം ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രിസ്പി ആവരുത് കേട്ടോ. ഒരു ഭാഗം വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ചെറിയ പീസായതിന് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മളെ പിസ്സയൊക്കെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് വീണ്ടും ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്ക് 2 പോർഷൻ ആക്കണം. 2 പിസ്സയല്ലേ തയ്യാറാക്കുന്നത്. 2 പോർഷൻ ആക്കിയതിന് ശേഷം ഇതൊരു ഫ്രൈ പാനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കണം. പരത്തി കൊടുത്തതിന് ശേഷം ഈ ഫോർക്ക് കൊണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. നടുഭാഗം ഒന്ന് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിന് വീണ്ടും ഒന്നുകൂടി പൊങ്ങി വരും. ഇങ്ങനെ അടച്ചു വെക്കുമ്പോഴേക്കും ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് പിസ്സ സോസാണിത്. ഇതിൽ പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം. പിസ്സ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിരുന്നു. ഇതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ
നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് ക്യാപ്സിക്കം അതേ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുമേ ടൊമാറ്റോൻ്റെ ഉൾഭാഗം ദശമുള്ള ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഒലിവ്സ് ഉണ്ടെങ്കിൽ ഒലിവ്സ് ഇട്ട് കൊടുക്കാം, മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂംസ് ഇട്ട് കൊടുക്കാം, വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണിത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് സവാള വെച്ച് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതേപോലെ ഒറിഗാനോ അതിലേക്ക് മസ്റ്റ് ആട്ടോ പിസ്സയ്ക്ക്. ഒറിഗാനോ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും പിസ്സയ്ക്ക്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ പീസ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മസാല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ സ്ലൈസ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ചീസ് എത്രത്തോളം ഉണ്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും പിസ്സക്ക്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ ഓവൻ ഇല്ലെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് പിസ്സ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പിസ്സ തയ്യാറായി നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചെടുക്കുക. നല്ല പോലെ ചൂടായതിന് ശേഷം അതിന് മുകളിലാണ് പിസ്സേൻ്റെ പാന് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ കാസ്റ്റ് ചെയ്യേണ്ട പാനാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വെച്ച് കൊടുക്കാം. ഇത് അത്ര കട്ടിയില്ലാത്ത പാനായതുകൊണ്ടാണ് ഞാൻ ഇരുമ്പ് ചട്ടി അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 25 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പിസ്സേൻ്റെ ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോമ്പിന് ബാങ്ക് കൊടുക്കുന്ന സമയമായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്ത് ചൂടാറിയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കറക്റ്റിൽ വേവായിട്ടുണ്ട്. 25 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് പിന്നെ പിസ്സ തയ്യാറായിട്ടുണ്ട്. താഴെ വെച്ചിട്ട് ഇരുമ്പുചട്ടി നല്ല ചൂടായതിനു ശേഷം അതിന് മുകളിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പിസ്സ നല്ല കറക്റ്റ് വേവായി കിട്ടും. അങ്ങനെ പിസ്സ എല്ലാം റെഡിയായി. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. നല്ല അടിഭാഗം നല്ല കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല പോലെ വലിഞ്ഞ് വരുന്നുണ്ട്. ഇതുപോലെ ഈ റെസിപ്പി ഞാൻ വീണ്ടും വരാം.